നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ ചെറു ചൂടുള്ള ശർക്കരപ്പാനി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 300 ഗ്രാം അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി ആയാലും എടുത്താൽ മതിയാകും. 5 രൂപയുടെ ചെറിയൊരു പാക്കറ്റ് ബൂസ്റ്റ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് യോജിച്ചെടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് വേണം ഈ ഒരു ബാറ്റർ നമുക്ക് കിട്ടാനായിട്ട്. 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ നന്നായിട്ട് മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ചെറിയ രീതിക്ക് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ചെറിയ ബൗളിലോ അല്ലെങ്കിൽ കേക്കിന്റെ ട്രേയിലോ ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ കിസ്മിസോ ചോക്ലേറ്റോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. 25 മുതൽ 35 മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കപ്പ് കേക്ക് റെഡി. അപ്പോൾ തയ്യാറാക്കി നോക്കുക.